കണ്ണൂരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ മതവിദ്വേഷ പ്രചരണം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് അറസ്റ്റിൽ. പട്ടന്നൂർ സ്വദേശി ബഷീർ പാലയോടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, കണ്ണൂരിലും വടകരയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും മണ്ഡലത്തിലും UDF-ഉം അതോടൊപ്പം തന്നെ LDF-ഉം വലിയ വർഗീയ പ്രചരണങ്ങൾ നടത്തി വരികയാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഇത്തരത്തിലുള്ള മതവിദ്വേഷ പ്രചരണം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നിലവിൽ മുസ്ലിം ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ സ്വദേശിയായ ബഷീർ പാലോടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IPC 505 വകുപ്പ് പ്രകാരമാണ് സമൂഹത്തിൽ മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ച പേരിലാണ് നിലവിൽ ബഷീറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മട്ടന്നൂർ പോലീസാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ വാട്സപ്പിലൂടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന നിലപാടാണ് എന്തായാലും രണ്ട് മുന്നണികളും തുടരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുസ്ലിം ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത, മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൽ അത് വളരെ വലിയ രീതിയിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണ്ടേ നമുക്ക് കരുതാൻ? തീർച്ചയായും അത്തരത്തിലാണ് വടകരയുമായി ബന്ധപ്പെട്ടും കണ്ണൂരിലും ഇത്തരത്തിൽ വലിയ പ്രചരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അതിന്റെ മുറിവുകൾ ഉണങ്ങാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുകയാണ് ഇരു മുന്നണികളും. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് നേതാവ് ഇത്തരത്തിൽ വാട്സപ്പിലൂടെ ഒരു ആരാധനാലയം തകർത്തതുമായി ബന്ധപ്പെട്ട വലിയ ഗുരുതരമായ ഒരു പ്രചരണം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു വകുപ്പുകൾ ചേർത്താണ് നിലവിൽ IPC 505 പ്രകാരമാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാനമായ രീതിയിൽ പരാതികളും ഉയർന്നു വരുന്നുണ്ട്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. KJ ശ്രീജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.